ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിന് വിജ്ഞാപനമിറങ്ങി. 57 സീറ്റിലേക്ക് അടുത്ത മാസം 25-നാണ് വോട്ടെടുപ്പ്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പ്രചാരണ ഗാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ആം ആദ്മി പാർട്ടിയോട് നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് 600 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പാക് ബോട്ട് തീരസംരക്ഷണ സേനയുടെ പിടിയിലായി. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി. ISL ഫുട്ബോൾ ഫൈനലിൽ ഇടം നേടി മോഹൻ ബഗാൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈയ്ക്കും ബംഗളൂരുവിനും വിജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ 7, ഹരിയാനയിൽ 10, ഉത്തർപ്രദേശിൽ 14, ബീഹാറിലും പശ്ചിമ ബംഗാളിലും 8 വീതം, ഒഡീഷയിൽ 6, ഝാർഖണ്ഡിൽ 4 എന്നിങ്ങനെയാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. മെയ് 6 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 25-നാണ് വോട്ടെടുപ്പ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 96 സീറ്റുകളിൽ അടുത്ത മാസം 13-നാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഉഖ്രുൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിലും സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണിവരെ വോട്ടെടുപ്പ് നടക്കുക. റീപോളിംഗ് നടക്കുന്ന 6 ഇടങ്ങളിൽ ഈ മാസം 26-നാണ് വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉച്ചസ്ഥായിയിൽ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ കർണാടകയിലെ സിർസി, ദാവൻഗരെ, ബെല്ലാരി, ബെലഗാവി എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ മെയിൻപുരി, കാസ്ഗഞ്ച്, ഇറ്റാവ എന്നിവിടങ്ങളിലെ റാലികളിൽ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഒഡീഷയിൽ പര്യടനം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ സംഭാൽ, ബറേലി ജില്ലകളിൽ പ്രചാരണം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലെ ബാഗൽകോട്ടിലും മഹാരാഷ്ട്രയിലെ സത്താറ, സോലാപൂർ, പൂനെ എന്നിവിടങ്ങളിലും പൊതുറാലികളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലെ ബെഗുസാരായിലും അസമിലെ ഗുവാഹത്തിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലഖ്നൌ ലോക്സഭാ സീറ്റുകളിലേക്ക് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠി പാർലമെന്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി ഇന്ന് പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ ഗുജറാത്തിലെ പടാനിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലും പ്രചാരണം നടത്തും. NCP സ്ഥാപക നേതാവ് ശരത് പവാറും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ഇന്ന് മഹാരാഷ്ട്രയിൽ സംയുക്ത റാലി സംഘടിപ്പിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകുന്നേരം അസമിലെ ഗുവാഹത്തിയിൽ റോഡ് ഷോ നടത്തും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തെ അനുഗമിക്കും. കോൺഗ്രസ്, AIUDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനായി ഇന്ന് ഗുവാഹത്തിയിൽ പ്രചാരണം നടത്തും. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് AAP പ്രതികരിച്ചു. പ്രചാരണ ഗാനം വസ്തുതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും മുതിർന്ന AAP നേതാവ് അതിഷി മാധ്യമങ്ങളോട് പറഞ്ഞു. മധ്യപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. 3ഉം 4ഉം ഘട്ടങ്ങളിലായി മധ്യപ്രദേശിലെ 17 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ 3 രാഷ്ട്രീയ മുന്നണികളും അവലോകന യോഗത്തിലേക്ക്. CPIM-ന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. പ്രാഥമിക അവലോകനത്തിനായി അടുത്ത മാസം 4-ന് കോൺഗ്രസ് നേതൃയോഗം ചേരും. BJP-യുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും യോഗം അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ചേരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് പാക് ബോട്ടിൽ നിന്ന് 600 കോടി രൂപ വിലമതിക്കുന്ന 86 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടി. കപ്പലിലുണ്ടായിരുന്ന 14 പാകിസ്ഥാൻകാരെ തീരസംരക്ഷണ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സംഘവും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും തീരസംരക്ഷണ സേനയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തവും പ്രതിരോധ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിച്ചെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഉച്ചകോടി. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ പുരോഗതിക്കും ദേശീയ സുരക്ഷയ്ക്കും അനിവാര്യമായ ധാതുക്കളെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് ആയി പരിഗണിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വ്യവസായികൾ, സ്റ്റാർട്ടപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമ ബംഗാളിന്റെ ഗംഗാ സമതല മേഖല, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. റായൽസീമ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത മാസം 2 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. ഇന്ന് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും 8 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. ഒരാളെ കാണാതായി. പൊതുകുരിശി സ്വദേശി ജോണിനെയാണ് കാണാതായത്. പുലർച്ചെ 3:30ഓടെയായിരുന്നു അപകടം. വള്ളത്തിലുണ്ടായിരുന്ന ബാക്കി 5 പേർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ISL ഫുട്ബോൾ 2023-24 സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് FC. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന 2ാം പാദ സെമിയിൽ ഒഡീഷയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മോഹൻ ബഗാൻ ഫൈനലിൽ പ്രവേശിച്ചത്. ഇന്ന് നടക്കുന്ന 2ാം പാദ സെമിയിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടും. രാത്രി 7:30 മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 78 റണ്ണിന്റെ ഉജ്ജ്വല വിജയം. 213 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഹൈദരാബാദിന് 134 റണ്ണെടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിന് വിജ്ഞാപനമിറങ്ങി. 57 സീറ്റിലേക്ക് അടുത്ത മാസം 25-നാണ് വോട്ടെടുപ്പ്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പ്രചാരണ ഗാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ആം ആദ്മി പാർട്ടിയോട് നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് 600 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പാക് ബോട്ട് തീരസംരക്ഷണ സേനയുടെ പിടിയിലായി. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി. ISL ഫുട്ബോൾ ഫൈനലിൽ ഇടം തേടി മോഹൻ ബഗാൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈക്കും ബംഗളൂരുവിനും വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.